ഇൻഫ്ലേഷനെ മറികടന്ന് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സേവിങ്സിന്റെ ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ 4 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? ബോണ്ട്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിൽ ഓരോന്നൊക്കെ എന്താണെന്നും അതിൽ എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് വീഡിയോയുടെ അവസാനം വരെ കാണുക. ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റുകളും കോർപ്പറേറ്റ് കമ്പനികളും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗവൺമെന്റുകൾക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും അവരുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഫണ്ട് റിക്വയർമെന്റ് വന്നാൽ അവർ ബോണ്ടുകളും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യും. ഇതിന് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതിന് ബോണ്ടുകൾ എന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതിന് ഡിബഞ്ചേഴ്സ് എന്നും പറയും. ഈ ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് നമ്മൾ വാങ്ങുന്നതിലൂടെ നമ്മൾ അവർക്ക് പണം കടം കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട് അവർ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് തരും. ഇത് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ ആയിട്ടാണ് സാധാരണ കിട്ടാറ്. ഇനി നമ്മൾ ആദ്യം കൊടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന്റെ ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് 6 മുതൽ 12% വരെയാണ്. അതായത് FD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡീഷണൽ റിട്ടേൺസ് കിട്ടും. ഫിക്സഡ് റിട്ടേൺസ് കിട്ടുമെങ്കിലും ബോണ്ട് ഇൻവെസ്റ്റ്മെന്റിന് റിസ്ക് ഉണ്ട്. പ്രധാനമായിട്ടും 2 റിസ്കുകളാണ് ഉള്ളത്. നമ്പർ 1, ഡിഫോൾട്ട് റിസ്ക്. നിങ്ങൾ ബോണ്ട് പർച്ചേസ് ചെയ്ത കമ്പനി ബാങ്ക്രപ്റ്റ് ആവുകയോ മറ്റോ ചെയ്താൽ നിങ്ങളുടെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കിട്ടാതെ വരും. ഇതിനെയാണ് ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ബോണ്ടുകളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നിങ്ങളെ സഹായിക്കും. ക്രിസിൽ, ICRA, കെയർ മുതലായ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ കമ്പനികളുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി കണക്കാക്കി ബോണ്ടുകൾക്ക് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. റേറ്റിംഗ് കൂടുതലുള്ള ബോണ്ടുകൾക്ക് റിസ്ക് കുറവായിരിക്കും. നമ്പർ 2, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ബോണ്ടിന്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ നിങ്ങളുടെ കയ്യിലുള്ള ബോണ്ടിന്റെ പ്രൈസ് കുറയും. അപ്പോൾ നിങ്ങൾ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് ബോണ്ട് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നഷ്ടം വരും. ബോണ്ടുകളും ഡിബഞ്ചേഴ്സും നിങ്ങൾക്ക് നേരിട്ട് ഗവൺമെന്റിൽ നിന്നോ കമ്പനികളിൽ നിന്നോ വാങ്ങാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ വാങ്ങാം. പിന്നെ ബോണ്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ്, അല്ലെ? ഗോൾഡിന്റെ കഴിഞ്ഞ 2 വർഷത്തെ ആവറേജ് റിട്ടേൺസ് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 50% അടുത്തുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും ഈ ഒരു സെയിം റിട്ടേൺസ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. ഗോൾഡ് ഒരു ഇൻഫ്ലേഷൻ ഹെഡ്ജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇൻഫ്ലേഷൻ കൂടിയാലും കറൻസിയുടെ വാല്യൂ കുറയുന്ന പോലെ ഗോൾഡിന്റെ പ്രൈസ് കുറയില്ല. കാരണം ഗോൾഡ് ഒരു ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ഒരു 15 മുതൽ 20% വരെ ഗോൾഡ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗോൾഡ് നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഗോൾഡിന്റെ 20 വർഷത്തെ ആവറേജ് റിട്ടേൺസ് എടുത്താൽ അത് ഏകദേശം 10 മുതൽ 14% വരെ വരും. അപ്പോൾ ഏകദേശം അത്ര റിട്ടേൺസ് നമുക്ക് ഗോൾഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഷോർട്ട് ടൈമിലേക്കാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസ്ക് ഉണ്ട്. കാരണം ഗോൾഡിന്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത് പല ഗ്ലോബൽ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിൽ ഗോൾഡിന്റെ പ്രൈസിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മെയിൻ ആയിട്ട് 2 മാർഗങ്ങളുണ്ട്. നമ്പർ 1, ഫിസിക്കൽ ഗോൾഡ്. നിങ്ങൾക്ക് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബാറുകളായിട്ട് ഗോൾഡ് മേടിച്ചു വെക്കാം. ഇത് 999 പ്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സെല്ല് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ലോസുകളൊന്നും വരില്ല. പക്ഷേ ഇത് ഫിസിക്കൽ ഗോൾഡ് ആയതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്പർ 2, ഗോൾഡ് ETF. ഉള്ളതിൽ വെച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഗോൾഡ് ETF-കളാണ്. ETF എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളാണ് വാങ്ങുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ETF-കളുടെ മൂവ്മെന്റും. നമ്മളിൽ പലർക്കും അറിയാവുന്നത് കേട്ടിട്ടുള്ളതുമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ്. ഒരു പ്ലെയിൻ ലാൻഡ് മേടിക്കുക അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ എല്ലാം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഉൾപ്പെടും. നിങ്ങൾ മേടിച്ച ലാൻഡിന്റെയും പ്രോപ്പർട്ടിയുടെയും വില ഭാവിയിൽ വർദ്ധിക്കുമ്പോഴാണ് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നത്. ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്താൽ ഒരു അഡീഷണൽ ഇൻകം കൂടി കിട്ടും എന്നുള്ളത് റിയൽ എസ്റ്റേറ്റിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്. വർഷങ്ങളായിട്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തൊരു സ്റ്റഡി റിട്ടേൺസ് തരാനായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സും മികച്ച റിട്ടേൺസ് തരണമെന്നില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ലാൻഡിന്റെ ഡിമാൻഡും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനും എല്ലാം ആശ്രയിച്ചിരിക്കും റിയൽ എസ്റ്റേറ്റിന്റെ റിട്ടേൺസ്. എന്നാലും ഇന്ത്യയിലെ കഴിഞ്ഞ 20 വർഷത്തെ ആവറേജ് റിയൽ എസ്റ്റേറ്റ് റിട്ടേൺസ് എടുത്താൽ അത് 9 മുതൽ 11% വരെ വരും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്ന 3 റിസ്കുകളുണ്ട്. നമ്പർ 1, ലിക്വിഡിറ്റി റിസ്ക്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വലിയ എമൗണ്ട് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു വലിയ ഭാഗം റിയൽ എസ്റ്റേറ്റിലായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച പ്രോപ്പർട്ടിക്ക് ഒരു ബയറെ കണ്ടെത്തി അത് വിൽക്കാനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. നമ്പർ 2, മാർക്കറ്റ് ആൻഡ് പ്രൈസ് റിസ്ക്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ പ്രൈസ് എപ്പോഴും മുകളിലേക്ക് പോകണമെന്നില്ല. റിയൽ എസ്റ്റേറ്റിന്റെ പ്രൈസ് അവിടുത്തെ ലാൻഡിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. പ്രോപ്പറായ മാർക്കറ്റ് സ്റ്റഡി നടത്താതെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ വർഷങ്ങളോളം അപ്രീഷിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായേക്കാം. നമ്പർ 3, ലീഗൽ റിസ്ക്.
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡോക്യുമെന്റ്സ് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടിയോ ലാൻഡോ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇതിനെയാണ് ലീഗൽ റിസ്ക് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങളുടെ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ലാൻഡോ പ്രോപ്പർട്ടിയോ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോണിന്റെ സഹായത്തോടു കൂടി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയൊരു എമൗണ്ട് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയാണ്. ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇവിടെ നിങ്ങൾ കമ്പനികളുടെ ഷെയറുകളാണ് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ വാങ്ങിയ ഷെയറുകളുടെ വില ഭാവിയിൽ വർദ്ധിക്കുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നത്. ലോങ് ടൈമിൽ കമ്പനികളുടെ സ്റ്റോക്കിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം കമ്പനികളുടെ ഏണിംഗ്സിൽ വരുന്ന വർധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആണെന്നും അവയ്ക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ 20 വർഷത്തെ ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് 10 മുതൽ 15% വരെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് നടത്താതെ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് റിസർച്ച് നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ ഹെൽപ്പ് എടുക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് കമ്പനികളുടെ ഷെയറുകൾ ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം. ഇതിന് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുന്നതും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും. ഈ രണ്ട് മെത്തേഡിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ 4 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ പറ്റി നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള എബിലിറ്റിയെയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോളുകളെയും ആശ്രയിച്ചിരിക്കും. എപ്പോഴും ഈ 4 ഇൻവെസ്റ്റ്മെന്റുകളുടെ ഒരു മിക്സ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഗോൾഡും ബോണ്ടുകളും നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ റിട്ടേൺസ് തരും. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സും റിയൽ എസ്റ്റേറ്റും നിങ്ങളുടെ ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല കണ്ടന്റുകളായിട്ട് വീണ്ടും കാണാം. നന്ദി.